നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ 42ാമത് കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ 9 വരെ ചാലമറ്റം MDCMS ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസിൽ വന്ന വാർത്ത യാഥാർത്ഥ്യമല്ലെന്ന ആരോപണ വിധേയരായ അഭിഭാഷകർ. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വണ്ണപ്പുറത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം PJ ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NCC ഓഫീസറും കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യുവിന് NCC ദേശീയ പുരസ്കാരം. വാർത്തകൾ വിശദമായി. CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ 42ാമത് കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ 9 വരെ ചാലമറ്റം MDCMS ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CSI റായലസീമ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ പൊയ്യാല ഐസക് വരപ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റെവറൻ BS ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും. CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ 42ാമത് കൺവെൻഷൻ ചാല MDCMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫെബ്രുവരി 2 മുതൽ 9 വരെ നടക്കും. ശക്തിപ്പെടുവിൻ പോരാടുവിൻ എന്നാണ് കൺവെൻഷന്റെ ചിന്താവിഷയം. CSI റായലസീമ മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് ഡോക്ടർ പെയ്യാല ഐസക് വരപ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവ BS ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും. റൈറ്റ് റവ ഡോക്ടർ KG ദാനിയൽ തിരുമേനിയുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരിക്കും. കൺവെൻഷൻ യോഗങ്ങൾക്ക് ഇരുമാപ്ര, മേലുകാവ്, ചേലച്ചുവട്, കൊന്നത്തടി, പീരുമേട്, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, മൂവാറ്റുപുഴ, കട്ടപ്പന സഭാ ജില്ലകൾ നേതൃത്വം നൽകും. സമാപന ദിവസം രാവിലെ 10 വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ആരാധന നടത്തപ്പെടും. വൈകുന്നേരം 6 നടത്തുന്ന സമാപന യോഗത്തിൽ ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി ഭദ്രാസന മെത്രോപൊലീത്ത SG സക്കറിയ മാർ ബവേറിയസ് വചന ശുശ്രൂഷ നിർവഹിക്കും. വിവിധ യോഗങ്ങളിൽ റവർ KY ജേക്കബ്, റവർ ഡോക്ടർ മൂർത്തി വർക്കി, റവർ ഡോക്ടർ PP തോമസ്, റവർ PC സജി, റവർ DS അരുൺ ഉൾപ്പെടെയുള്ളവർ വചന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ഇത് ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളുടെ ഭാഗങ്ങളായി കിടക്കുന്ന ഈസ്റ്റ് കേരള മഹാ ഇടവകയിലെ ഏതാണ്ട് 60,000 വരുന്ന ജനങ്ങളുടെ ഒരു ആത്മീയ കൂടിവരവാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസം ആദ്യത്തെ ഞായറാഴ്ച മുതൽ 2ാം ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് നടത്തുന്നത്. മഹാഇടവകയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നു. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, മിഷണറിമാർക്ക്, വൈദികർക്ക് അങ്ങനെ പ്രത്യേക സമ്മേളനങ്ങളും എല്ലാ ദിവസവും രാവിലെ 10 മണിക്ക് ഉണ്ട്. 3 മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. 10 മണി, 2 മണി, 6 മണി. ഇതിൽ ഇപ്രാവശ്യം ഞങ്ങൾ ഇതിനകത്ത് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹത്തിൽ ധാരാളം ക്രിമിനൽ കുറ്റങ്ങൾ കൂടി വരുന്നു, കൊലപാതകങ്ങൾ കൂടി വരുന്നു, യുവജനങ്ങളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടി വരുന്നു, കുട്ടികൾ പോലും മയക്കുമരുന്ന് റാക്കറ്റിൻ്റെ ഭാഗമാകുന്നു. അതുകൊണ്ട് ഈ ഒരു തലങ്ങളിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നല്ല മനുഷ്യരായി ജീവിക്കണം, എങ്ങനെ അവരെ ഇതിൽ നിന്ന് വിമുക്തരാക്കാം എന്നുള്ള കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിനോടും യുവജന പ്രസ്ഥാനത്തിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങളിലും അവരുടെ മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്യും. അവരെ നല്ല ഉത്തമ പൗരരാക്കി തീർക്കുന്നതിനുള്ള സംരംഭങ്ങൾ ഈ കൺവെൻഷനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു ദിവസം നമുക്ക് 1000-1500 ആളുകൾ 3 മീറ്റിങ്ങുകളിലായി പങ്കെടുക്കും. വൈകുന്നേര മീറ്റിങ്ങുകളാണ് ധാരാളം ആളുകൾ പങ്കെടുക്കുക. 9 സഭാ ജില്ലകളായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. ആ ഓരോ സഭാ ജില്ലയിൽ ഓരോ ദിവസം മീറ്റിംഗ് അവരെ ക്രമീകരിച്ച് അവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 42ാമത് കൺവെൻഷന്റെ ജനറൽ കൺവീനർമാരായ റവർ ജോസഫ് മാത്യു, റവർ മാക്സിൻ ജോൺ, ജോസഫ് ചാക്കോ, പബ്ലിസിറ്റി കൺവീനർ റവർ രാജേഷ് പത്രോസ്, മഹാ ഇടവക ആത്മായ സെക്രട്ടറി വർഗീസ് ജോർജ് P, വൈദിക സെക്രട്ടറി റവർ TJ ബിജോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ TF സ്റ്റീഫൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു.
മഹാത്മാഗാന്ധിയുടെ 78ാമത് രക്തസാക്ഷി ദിനാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ വെച്ച് നടത്തി. ഇടുക്കി നെഹ്റു യുവകേന്ദ്രയും ജില്ലാ യൂത്ത് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഒരു പിതാവ്, ഒരു രാജ്യത്തിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാവി രൂപീകരിക്കുന്നതിലും ഇന്ത്യയെ ശരിയായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുമൊക്കെ എത്രയോ വലുതായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു ഗാന്ധിജിയുടെ ആയുധങ്ങൾ? ആർക്കെങ്കിലും പറയാമോ? എന്തോ? അഹിംസ മാത്രമുള്ളോ? ട്രൂത്ത്. അപ്പോൾ ഒരു 10-25 വർഷം മുമ്പ് ഒരു പരീക്ഷാ പേപ്പറിൽ, പബ്ലിക് പരീക്ഷയുടെ പേപ്പറിൽ പ്രീ ഡിഗ്രി ഉണ്ടെന്ന്, അതിൽ ഗാന്ധിജിയുടെ ആയുധങ്ങൾ എന്തായി എന്ന് ചോദിച്ചപ്പോൾ ഒരു മഹാനായ കുട്ടി എഴുതിയിരിക്കുകയാണ്, കുടയും വടിയുമായിരുന്നു ഗാന്ധിജിയുടെ ആയുധങ്ങൾ. നിങ്ങൾ ബി.എഡ് കുട്ടികളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഗാന്ധിജി ആരായിരുന്നുവെന്നും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെന്നും നിങ്ങൾക്കറിയാം. സഹിഷ്ണുതയും സ്നേഹവും സത്യസന്ധതയും നിസ്സഹകരണവും അതിലെല്ലാം ഉപരിയായി അഹിംസയും ആയുധമായി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ടി.എസ്. സ്റ്റീഫൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ഗാന്ധിയനും പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റ് മാനേജിംഗ് പാർട്ണറുമായ ഡോക്ടർ വിൻസെൻ്റ് മാളിയേക്കൽ ഗാന്ധിയൻ സെമിനാറിന് നേതൃത്വം നൽകി. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ എച്ച്, ശ്രീജിത്ത് കെ നായർ, പി പ്രജു എന്നിവർ ആശംസ നേർന്നു. ജില്ലാ യൂത്ത് ക്ലബ്ബ് ഭാരവാഹികളായ എൻ രവീന്ദ്രൻ സ്വാഗതവും എ.പി. മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിന് ശേഷം നമുക്ക് ചായയും സ്നാക്സും ന്യൂസ് ബ്യൂറോ തൊടുപുഴ. സർവീസിൽ നിന്നും വിരമിക്കുന്ന മാധ്യമം ദിനപത്രം ന്യൂസ് എഡിറ്റർ അഷ്റഫ് വട്ടപ്പാറയ്ക്ക് ഇടുക്കി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയേൽപ്പ് നൽകി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ അധ്യക്ഷത വഹിച്ചു. പി ജെ ജോസഫ് എം.എൽ.എ. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡീൻ കുര്യാക്കോസ് എം.പി, വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ രംഗത്തെ പ്രമുഖർ ആശംസകൾ നേർന്നു. 3.5 പതിറ്റാണ്ടിലേറെയായി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന അഷ്റഫ് വട്ടപ്പാറ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. മാതൃഭൂമിയിൽ പ്രാദേശിക ലേഖകനായി ചേർന്ന് ജില്ലാ ബ്യൂറോയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച അഷ്റഫ് പിന്നീടാണ് മാധ്യമത്തിൽ സബ് എഡിറ്ററായി ചേരുന്നത്. കോഴിക്കോട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലാ ബ്യൂറോകളിൽ പലപ്പോഴായി ജോലി ചെയ്തു. മാധ്യമത്തിൽ നിന്നും ന്യൂസ് എഡിറ്ററായിട്ടാണ് വിരമിക്കുന്നത്. കേരള സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, ഡോക്ടർ അംബേദ്കർ മാധ്യമ അവാർഡ്, രാജ്യത്തെ മികച്ച ഗ്രാമീണ റിപ്പോർട്ടിങ്ങിന് കൊൽക്കത്തയിലെ പ്രശസ്തമായ ദിനപത്രം നൽകുന്ന സ്റ്റേറ്റ്സ്മാൻ അവാർഡ്, തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സാഹസിക പത്രപ്രവർത്തനത്തിനുള്ള ജി വേണുഗോപാൽ അവാർഡ്, മികച്ച അന്വേഷണാത്മക പ്രവർത്തകന് മുംബൈ പ്രസ് ക്ലബ്ബ് നൽകുന്ന റെഡ് ഇങ്ക് മീഡിയ അവാർഡ്, മതേതര മൂല്യങ്ങൾ ഉദ്ഘോഷിച്ചതിന്റെയും വർഗീയതയ്ക്കെതിരെ പോരാടിയതിന്റെയും പേരിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന പ്രശസ്ത മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ നാമധേയത്തിലുള്ള മാധ്യമ പുരസ്കാരം, യൂസഫ് അലി കേച്ചേരി മാധ്യമ അവാർഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാധ്യമ പുരസ്കാരം, കേന്ദ്ര ദളിത് സാഹിത്യ അക്കാദമി അവാർഡ്, തൃശൂർ പ്രസ് ക്ലബിന്റെ ടി.വി. അച്യുത വാര്യർ അവാർഡ്, കേരള ജൈവ വൈവിധ്യ ബോർഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം, UN ഏജൻസിയുടെ ലാഡ്ലി മീഡിയ അവാർഡ്, ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പുരസ്കാരം തുടങ്ങി 20ഓളം അംഗീകാരങ്ങൾക്കാണ് മാധ്യമ പ്രവർത്തനത്തിലെ മികവിന് അഷ്റഫ് വട്ടപ്പാറ അർഹനായത്. അംഗീകാരങ്ങൾ നേടിയതൊക്കെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ എഴുത്തിനാണെന്ന സവിശേഷതയുമുണ്ട്. പരിസ്ഥിതി, ദളിത്, ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ ശ്രദ്ധേയ മാധ്യമ ഇടപെടലുകളാണ് വട്ടപ്പാറയുടേത്. ഇടുക്കി പ്രസ് ക്ലബ്ബ് ഒരുക്കിയ യാത്രയപ്പ് സമ്മേളനം പി ജെ ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രധാനപ്പെട്ട സ്നേഹസമ്പന്നനായ വലിയ സുഹൃത്ത് മണ്ഡലത്തിലും കൂടുതൽ പറഞ്ഞത് ഇടുക്കിയ ഓഫീസിനാണ് കോട്ടയത്തും അതെല്ലാം അവിടെ എല്ലാം
വേണ്ടപ്പെട്ടവരുമായി അടുത്ത ബന്ധം കൊടുത്താൽ, സൗഹൃദം കൊടുത്താൽ, അങ്ങനെ എല്ലാവരുമായി അടുത്ത ബന്ധം കൊടുത്താൽ സൗഹൃദം കൊടുക്കാൻ കഴിയുന്ന ശ്രീ അഷ്റഫിനോട് പ്രത്യേകം അഭിനന്ദിക്കുക. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. KUWJ സംസ്ഥാന പ്രസിഡന്റ് KP റജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, വീക്ഷണം MD ജെയ്സൺ ജോസഫ്, മുൻ MLA രാജേന്ദ്രൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, KPCC ജനറൽ സെക്രട്ടറി റോയി K പോലോസ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ബാർ കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, CMP സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു, ഡോക്ടർ ജോസ് ചാഴിക്കാട്ട്, ഡോക്ടർ തോമസ് എബ്രഹാം, MC മാത്യു, കോനാട്ട് പബ്ലിക്കേഷൻസ് ഡയറക്ടർ സത്യൻ കോനാട്ട്, കാവൽ കൈരളി എഡിറ്റർ സനൽ ചക്രപാണി, സന്തോഷ് അറക്കൽ, NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള, ഇടുക്കി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ, സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ തുടങ്ങിയവരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസിൽ വന്ന വാർത്ത യാഥാർത്ഥ്യമല്ലെന്ന് ആരോപണ വിധേയരായ അഭിഭാഷകർ. ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി താൻ കണ്ടുവെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വെളിപ്പെടുത്തൽ എന്ന കൈരളി ന്യൂസ് വാർത്തയിൽ അഭിഭാഷകർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. SFI നേതാവ് ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി താൻ കണ്ടുവെന്ന് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും ഡീൻ കുര്യാക്കോസ് എംപിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫും യൂത്ത് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം മുൻ സെക്രട്ടറിയുമായ ഇരട്ടയാർ സന്ധ്യാട്ടുപടവിൽ സെബിൻ എബ്രഹാം സ്റ്റോറീസ് ബൈ സെബിൻ എന്ന ബ്ലോഗിൽ പൊളിട്രിക്കൽ കുമ്പസാരം എന്ന പേരിൽ എഴുതിയ കുറിപ്പിലാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതേ സംബന്ധിച്ച് കൈരളി ന്യൂസിൽ വന്ന വാർത്തയിൽ ധീരജ് കൊലപാതക കേസിൽ പ്രതിഭാഗം അഭിഭാഷകർക്കെതിരെയും ആരോപണം സെബിൻ ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വിശദീകരണവുമായി അഭിഭാഷകരായ KB സെൽവം, മോബിൻ മാത്യു എന്നിവർ വാർത്താ സമ്മേളനം നടത്തിയത്. രാഷ്ട്രീയ കൊലപാതകമാണുള്ള ആരോപണം ഉണ്ടാകുകയും കേസെടുക്കുകയൊക്കെ ചെയ്ത് അത് ബഹുമാനപ്പെട്ട കോടതിയിലെ വിചാരണ നടക്കാൻ പോകുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അഭിഭാഷകരായിട്ടുള്ള ശ്രീ മോബിൻ മാത്യു ഞാനും ഇതിൻ്റെ റിക്കവറി നടക്കേണ്ട തൊണ്ടി, അതായത് കത്തി, അത് ഞങ്ങളുടെ കൈവശം എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഇങ്ങനെ വരികയുണ്ടായി. അപ്പോൾ അത് നിയമപരമായിട്ട് അതിനെ സംബന്ധിച്ച് കൂടുതലായ ഒരു പ്രതികരണം നടത്തുന്ന ഉചിതമല്ല, കാരണം കോടതിയിലെ പരിഗണനയ്ക്കുന്ന ഒരു കാര്യമല്ല. എങ്കിൽ തന്നെയും ഞങ്ങളുടെ പ്രൊഫഷനെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും പല കേന്ദ്രങ്ങളിൽ നിന്നും ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിലെല്ലാം നമുക്ക് പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് അനിവാര്യമാണോ എന്നുള്ളതാണ് പറയുന്നത്. ഈ ധീരജുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രാഥമികമായിട്ട് അതിൻ്റെ ക്രൈം സ്റ്റേജിൽ പ്രതികൾക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അന്ന് ഇടുക്കി കോടതിയിലായിരുന്നു അവരുടെ കുറ്റപത്രം, അവരുടെ FIR കൊടുത്തിരുന്നത്. ഇടുക്കി കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകൻ എന്ന നിലയിൽ പാർട്ടിയുടെ നേതൃത്വം പ്രതികൾക്ക് വേണ്ടി ഹാജരാകണമെന്ന്, അവരെല്ലാം പാർട്ടി ഭാരവാഹികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും അവരുടെ മാതാപിതാക്കൾ എല്ലാം സമീപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വക്കാലത്തെടുക്കുകയും അവർക്ക് ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ജുഡീഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം കേസുകളിൽ 27 റിക്കവറി അട്ടിമറിക്കുന്ന രീതിയിൽ ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു യാതൊരു ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ ട്രയൽ ആരംഭിച്ചപ്പോൾ മോബിൻ മാത്യുവും അദ്ദേഹവും ഈ കേസിൽ വക്കാലത്തുള്ള ഒരു വർഷം തന്നെയാണ്. അതൊന്നും യാതൊരുവിധ വാസ്തവമില്ലാത്തൊരു വാർത്ത ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ചാനലുകളിൽ വന്നിട്ടുള്ളത് തികച്ചും വാസ്തവമാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത്. കൈരളി ന്യൂസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കേരള മോട്ടോർ വാഹന വകുപ്പും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ NSS വോളണ്ടിയേഴ്സും സംയുക്തമായി തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് റോഡ് സുരക്ഷാ സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് നടത്തി. ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO രാജീവ് KK, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബാബു PK, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ശ്രീ സമീർ PK, അജയൻ TJ, സതീഷ് ഗോപി എന്നിവരും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് അധ്യാപകരായ NSS പ്രോഗ്രാം ഓഫീസർ ശ്രീ സാം T ജോർജ്, അധ്യാപികമാരായ ജിസ്മേരി ജോസ്, അനു എന്നിവരും പങ്കെടുത്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമീർ PK റോഡ് സുരക്ഷാ സന്ദേശം നൽകി.
നമുക്കറിയാം, നമ്മളുടെ വിശിഷ്യ കേരളത്തിൽ റോഡ് അപകടങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. ഈ ഉയർന്ന റോഡ് അപകടങ്ങളിലൂടെ മരണപ്പെടുന്നവരുടെ എണ്ണവും ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ അംഗവൈകല്യം വന്ന് ജീവച്ഛവം എന്നോളം അവശേഷിക്കുന്ന പരിതാപകരമായ കാഴ്ച നമുക്ക് ഇവിടെ വളരെയധികം സുലഭമാണ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയ കാര്യമാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ ആശ്രയിച്ചു കഴിയുന്ന അവരുടെ ഭാര്യ, കുട്ടികൾ, അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ, നാട്, അതിലുപരിയായി നമ്മളുടെ രാജ്യത്തിന് തന്നെ ഒരു വളരെയധികം വേണ്ടപ്പെട്ട ഒരു പൗരനെ നഷ്ടപ്പെടുന്ന അവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിനെയും നാടിനെയും വീടിനെയും കുടുംബത്തെയും എല്ലാം ബാധിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളുടെ രാജ്യം, നമ്മുടെ കേരളം ഒക്കെ വിമുക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദേശീയ റോഡ് സുരക്ഷാ വാരം ആചരിക്കുന്നത്. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വണ്ണപ്പുറത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം PJ ജോസഫ് MLA നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. കാലടി സർവകലാശാല മുൻ VC ഡോക്ടർ MC ദിലീപ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് ഗാന്ധി പ്രതിമ അനാച്ഛാദനവും ഗാന്ധി സ്ക്വയർ പ്രഖ്യാപനവും നടത്തി. വണ്ണപ്പുറത്ത് ഇളന്തേശത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള SJSY വിപണന കേന്ദ്രം കോമ്പൗണ്ടിൽ പണിതീർത്ത ഗാന്ധിജി പ്രതിമയുടെ അനാച്ഛാദനവും ഗാന്ധി സ്ക്വയർ പ്രഖ്യാപനവും PJ ജോസഫ് MLA നിർവഹിച്ചു. ജാനുവരി 30 മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷി ദിനം. ഗാന്ധിജി വെടിവെയ്ത്ത് മരിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യത്തോടായി പറഞ്ഞു, ആ ദീപം പൊരി. അതേ ശ്വാസത്തിൽ ജവഹർലാൽ നെഹ്റു ഇല്ല, ആ ദീപം പൊരിഞ്ഞിട്ടില്ല, ഇനിയും 1000 വർഷം ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങൾക്കും പ്രകാശം വരുത്തേണ്ട ദീപമാണ്. ഗാന്ധിജിയെ തിരിച്ചു വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറയേണ്ടി. ഗാന്ധിജിയുടെ സ്മരണയ്ക്കൊന്നും ആദരാജ്ഞകൾ അർപ്പിക്കുന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. കാലടി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ബിജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റിജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, ബ്ലോക്ക് മെമ്പർമാരായ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, ഷൈനി സന്തോഷ്, ഇളന്തേശം BDO AJ അജയ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ അനീഷ്, മെമ്പർമാരായ രാജീവ് ഭാസ്കരൻ, റഹീമ പരീദ, സുബൈദ സുബൈർ, റഷീദ് തോട്ടുകൾ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളും രക്തസാക്ഷിത്വ ദിനാചരണത്തിന് അണിചേർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് മൗനാചരണവും തുടർന്ന് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപ് പുഷ്പാർച്ചനയും നടത്തി. रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NCC ഓഫീസറും കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യുവിന് NCC ദേശീയ പുരസ്കാരം. NCCക്ക് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാചരണത്തിലെ NCCയുടെ കർമ്മ പദ്ധതികൾക്ക് നൽകിയ സംഭാവന കൂടി പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ NCC ദേശീയ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് പുരസ്കാരം സമ്മാനിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ NCC ദേശീയ തലത്തിലെ മികച്ച ഓഫീസർമാർക്ക് നൽകി വരുന്ന
ഡയറക്ടർ ജനറൽ കമൻഡേഷന് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NCC ഓഫീസറും കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ ക്യാപ്റ്റൻ പ്രജീഷ് സിംഗ് മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു NCC ബാൻഡ് ടീം റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ടത് ക്യാപ്റ്റൻ പ്രജീഷിന്റെ നേതൃത്വത്തിലാണ്. കമൻഡേഷന് പുറകെ മികച്ച NCC ബാൻഡ് പരിശീലകനുള്ള ട്രോഫി കൂടി ലഭിച്ചത് ഇരട്ടി മധുരമായി. 2013 ലെഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്ത ഓഫീസറുടെ ചിട്ടയായ പരിശീലനത്തിന് കീഴിൽ ന്യൂമാൻ കോളേജ് 2 പ്രാവശ്യം കേരളത്തിലെ മികച്ച NCC സ്ഥാപനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മികച്ച മിലിറ്ററി പരിശീലനത്തിന് പുറമെ സാമൂഹ്യ പ്രസക്തിയുള്ള നിരവധി സംരംഭങ്ങളാണ് ന്യൂമാൻ കോളേജ് NCCയെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവ സ്ഥാപനങ്ങളിൽ മാത്രമുള്ള ഒബ്സ്റ്റക്കിൾ ട്രെയിനിങ് സെൻറ്റർ, ഹയറിംഗ് റേഞ്ച്, ഡ്രിൽ നഴ്സറി തുടങ്ങിയ ആധുനിക പരിശീലന സംവിധാനങ്ങൾ കോളേജിൽ നിലവിലുണ്ട്. NCCക്ക് വേണ്ടിയുള്ള സമഗ്രമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാചരണത്തിലെ NCCയുടെ കർമ്മ പദ്ധതികൾക്ക് നൽകിയ സംഭാവന കൂടി പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ NCC ദേശീയ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഗുർബിർപാൽ സിംഗ് പുരസ്കാരം സമ്മാനിച്ചു. പെരുമ്പള്ളിച്ചിറ ചിമ്മിനിക്കാട്ട് മാത്യു ആലീസ് ദമ്പതികളുടെ മകനാണ് പ്രജീഷ് മാത്യു. ഭാര്യ കരിമണ്ണൂർ സെൻറ് ജോസഫ് സ്കൂളിലെ രസതന്ത്ര അധ്യാപിക സീന മോൾസ് കറിയ. കോളേജ് രക്ഷാധികാരി മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡി, 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, കോളേജ് മാനേജർ മോൻസ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാർത്താഴം, പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സാജു എബ്രഹാം, പ്രൊഫസർ ബിജു പീറ്റർ, കോളേജ് പ്രൊഫസർ ഫാദർ ബെൻസനാർ ആന്റണി എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-2026 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PA സറീന ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടത്തി. 2,12,42,000 രൂപയുടെ പദ്ധതികളാണ് ഈ സാമ്പത്തിക വർഷത്തേക്ക് ലഭിച്ചിരിക്കുന്നത്. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു സെമിനാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരിക്കുന്ന അലോട്ട്മെന്റ് തന്നെയാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഒത്തിരിയേറെ പ്രതീക്ഷകൾക്കൊക്കെ കൂടി ഒത്തിരി നിർദ്ദേശങ്ങൾ നൽകി അതെല്ലാം നമുക്ക് പാലിക്കപ്പെടാൻ സാധിക്കില്ല. കാരണം ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ച് ഈ വികസന സെമിനാറിൽ ഏറ്റവും പ്രയോറിറ്റി അനുസരിച്ച് എടുക്കുന്ന പ്രവൃത്തികൾ എടുത്ത് നല്ലൊരു വികസന സെമിനാറും അതേപോലെ തന്നെ നമുക്ക് ഈ വികസന സെമിനാറിൽ നല്ല നിർദ്ദേശങ്ങളും ഈ കാലയളവിനുള്ളിൽ ഈ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതേപോലെ തന്നെ ഈ കമ്മിറ്റി അംഗങ്ങളെല്ലാവരുടെയും ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരുടെ ആശംസകളും നേരുന്നു. നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജോയിന്റ് വെഞ്ചറായിട്ടുള്ള പദ്ധതികളാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നേരിട്ടുള്ള ഒരു പദ്ധതിയും നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും പ്രത്യേക ഭരണസമിതിയോടും പറയുകയാണ്, നമ്മൾക്ക് അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പദ്ധതിയായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള പദ്ധതികളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു സഹകരണത്തോടു കൂടി നമുക്ക് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിനും കൂടി നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും ബ്ലോക്ക് പഞ്ചായത്ത് കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകൾ നേരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് വികസന രേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സറീന PA ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. മെമ്പർമാരായ സുജാത ശിവൻ, ബിന്ദു ശ്രീകാന്ത്, താഹിറ അമീർ, സൂസി റോയ്, അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റോയ്, അംഗം ജയ്മോൻ വട്ടംകണ്ടത്തിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ മോളി ബിജു സ്വാഗതവും ക്ലർക്ക് ഷാഹിന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഇടവെട്ടി. വണ്ടിപ്പെരിയാർ പശുമല 20-ാം വാർഡിലെ കുടിവെള്ള വിതരണത്തിലെ വൈദ്യുതി ബിൽ അറിയുവാൻ വിവര അവകാശം വെച്ചതിൽ വാർഡ് മെമ്പർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. പശുമല വെള്ളാരംകല്ലിൽ അഖിലിനെയാണ് വാർഡ് മെമ്പർ ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായി പരാതി അറിയിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 20-ാം വാർഡിലെ കുടിവെള്ള വിതരണത്തിനാവശ്യമായി ഒരു മാസം വരുന്ന വൈദ്യുതി ബില്ല് അറിയുന്നതിനായി വിവരാവകാശം വെച്ചതിലാണ് വാർഡ് മെമ്പർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി പരാതി അറിയിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പശുമല 2-ാം ഡിവിഷനിൽ വെള്ളാരംകല്ലിൽ അഖിലിനെയാണ് ഭീഷണിപ്പെടുത്തിയതായി പരാതി അറിയിച്ചിരിക്കുന്നത്. വിവരാവകാശം നിയമിച്ചതിൽ വാർഡ് മെമ്പറുമായി സംസാരിക്കുക പോലും ചെയ്യാത്ത തന്നെ യാതൊരു പ്രകോപനവുമില്ലാതെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാണ് അഖിൽ പറയുന്നത്.
എന്നാ ഗ്രാമസഭ വന്ന് ചോദിക്കണം വാർഡ് മെമ്പറോട്. അതിപ്പോ എനിക്കറിയാം, ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ലോ. ഞാൻ നിങ്ങളോട് പണി കാണിക്കാണ്ട് നിന്നെ നാട്ടുകാരെ കൊണ്ട് ഞാൻ തല്ലിപ്പിക്കാം. ആ ശരി ആയിക്കോട്ടെ. ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കാൻ പറയാനോ. നീ എന്നാ നീ ഉദ്ദേശിക്കുന്നത്? കുടിവെള്ളം നിർത്താനോ? ഞാൻ കുടിവെള്ളം നിർത്താമോ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആ നീ വാടാ, നിനക്ക് സംശയം തീർത്തു തരാം. അതാ ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കാൻ പറയാൻ വന്നില്ലല്ലോ. ഞാൻ KSEBിലല്ലേ വെച്ചേ. എൻ്റെ പേര് അഖിൽ. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റാണ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 20-ാം വാർഡിലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് മോട്ടോർ പേരയുടെ കൺസ്യൂമർ നമ്പറിലുള്ള വൈദ്യുതി ബില്ല് അമിതമായി വരുന്നതായിട്ട് തോന്നി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2005 വിവരാവകാശ നിയമപ്രകാരം ഞാൻ KSEBിയിലേക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിലേക്ക് ഒരു വിവരാവകാശ നിയമം പ്രകാരം കത്ത് അയച്ചു. ഈ കത്ത് അവിടെ കിട്ടിയെന്നുള്ള തെളിവായി ഇന്ന് രാവിലെ 9:59 20-ാം വാർഡിലെ മെമ്പർ മണികണ്ഠൻ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും വിവരാവകാശ നിയമം പ്രകാരം എന്തിന് നീ ഇതുപോലെ കത്തയച്ചു, എന്തിന് ഇതുപോലെ കത്തയച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയും വഴിയിൽ തടഞ്ഞു നിന്ന് ആ നാട്ടുകാരെ വെച്ച് ആൾക്കാരെ വെച്ച് തല്ലിക്കും, അല്ലെങ്കിൽ അതിന് അതുപരമായിട്ടുള്ള കാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താനാണ് ഉണ്ടായത്. 20-ാം വാർഡ് പശ്ചിമല 2-ാം ഡിവിഷനിൽ 150ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നതിനായി ഒരു കുടുംബത്തിൽ നിന്നും 500 രൂപയോളമാണ് ആവശ്യപ്പെടുന്നത്. വൈദ്യുതി ബില്ല് കൺസ്യൂമർ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനായി സെർച്ച് ചെയ്തപ്പോൾ 2252 രൂപ മാത്രം കാണിച്ചതിനാലാണ് സംശയം തോന്നി വിവരാവകാശം വെച്ചതെന്നും അഖിൽ പറയുന്നു. അവിടെ ഒരു വീട്ടിലെ എൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും 600 രൂപ വെച്ചാൽ പൈസ വാങ്ങിക്കുന്നത്. റെസിപ്റ്റ് ചോദിച്ചാൽ റെസിപ്റ്റ് ഇല്ല. ബില്ല് കാണിക്കാൻ പറഞ്ഞാൽ ബില്ല് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ബില്ല് നമ്മുടെ മെമ്പറുടെ വാട്സപ്പിലാണ് കറണ്ട് ബില്ല് വരുന്നത് എന്നാണ് പറയുന്നത്. അതും പ്രകാരം ഞാൻ ഈ കൺസ്യൂമർ നമ്പർ ഇപ്പോൾ നമ്മുടെ ഫോൺ പേ വഴി ഗൂഗിൾ പേ വഴിയെല്ലാം നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം കറണ്ട് ബില്ല് അടയ്ക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഈ കൺസ്യൂമർ നമ്പർ നമ്മുടെ ഫോൺ പേ അടിച്ചു നോക്കിയപ്പോൾ വന്ന ബില്ല് എന്ന് പറയുന്നത് 2252 രൂപയാണ് ഈ കൺസ്യൂമർ നമ്പറിലുള്ള ഈ മോട്ടോർ പേരയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും രൂപ 600 രൂപ വെച്ച് ഒരു കുടുംബത്തിൽ നിന്ന് പിരിക്കുമ്പോൾ എത്ര രൂപയാവുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇത്രയും രൂപ പിരിച്ച് ഈ പൈസ എന്ത് ചെയ്യുന്നു? ഈ മെമ്പറും കൂട്ടരും എന്താണ് ചെയ്യുന്നത്? ജനങ്ങളെ പരമാവധി ഉപദ്രവിക്കുന്നതാവുന്നതിൻ്റെ അങ്ങേയറ്റം വരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടിപ്പോയാലും 175 കുടുംബങ്ങൾക്ക് ഇവർ അഭിമാനപൂർവ്വം പറയുന്നുണ്ട് 175 കുടുംബങ്ങൾക്ക് ജലവിതരണം നടത്തിയെന്ന്. 175 കുടുംബങ്ങൾക്ക് ഈ മാസത്തെ 600 രൂപ ബില്ല് വെച്ച് നോക്കുകയാണെങ്കിൽ 1,50,000 രൂപ ബില്ല് വരുന്നുണ്ട്. 2252 രൂപ മാത്രം ബില്ലുള്ള ഈ കറണ്ട് ബില്ല് മാത്രം വരുന്ന ഈ മീറ്ററിന്, ഈ കൺസ്യൂമർ നമ്പറുള്ള ബില്ലിന് ഇത്രയും രൂപ ഇവർ ഈടാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് അറിയാത്തത്. അതിന് പ്രകാരം വിവരാവകാശ നിയമം വെച്ചു. വിവരാവകാശ നിയമത്തിൻ്റെ ഉത്തരവ് തിരിച്ച് മറുപടി കിട്ടിയിട്ടില്ല. അതിന് മുമ്പാണ് ഈ 20-ാം വാർഡിലെ മെമ്പറായ മണികണ്ഠൻ ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഞാനിത് നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് നീക്കം. ഒരു കുടുംബം 500 രൂപയോളം നൽകുമ്പോൾ കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ ചിലവിനേക്കാൾ അധിക തുക ലഭിക്കുന്നതിനാലാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്നും വൈദ്യുതി ബില്ല്, മറ്റ് ചിലവുകൾ എന്നിവയുൾപ്പെടെ നോക്കിയാൽ ഇത്രയും തുക നൽകേണ്ടതില്ലെന്നും കുടിവെള്ളത്തിനടയ്ക്കുന്ന തുകയുടെ ബില്ല് തരുന്നില്ല എന്നും പരാതിക്കാരൻ പറയുന്നു. ഒരു സാമൂഹിക വിഷയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തനായ തന്നെ ഭീഷണിപ്പെടുത്തിയ വാർഡ് മെമ്പർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അഖിൽ ആവശ്യപ്പെട്ടു. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. KM മാണിയുടെ 92-ാം ജന്മദിനം കേരള കോൺഗ്രസ് എം വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ ദിനമായി ആചരിച്ചു. നാരങ്ങാനം അങ്കണവാടിയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഉപകരണങ്ങൾ കൈമാറിക്കൊണ്ട് വ്യാപാരി വ്യവസായി സമിതി വണ്ണപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സജി പോൾ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് എം വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് മനോജ് മാമല അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം PG സുരേന്ദ്രൻ, സെബാസ്റ്റ്യൻ ആടുകുഴിയിൽ, ജോണി മുണ്ടക്കൽ, ബിജു ഇല്ലിക്കൽ, വെട്ടിക്കുഴിച്ചാലിൽ, പ്രകാശൻ വടുതലയിൽ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മണക്കാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ നടപ്പാക്കുന്ന കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം അരിക്കുഴ ക്ഷീരോത്പാദക സംഘത്തിൽ വെച്ച് നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
CSI ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ 42ാമത് കൺവെൻഷൻ ഫെബ്രുവരി 2 മുതൽ 9 വരെ ചാലമറ്റം MDCMS ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസിൽ വന്ന വാർത്ത യാഥാർത്ഥ്യമല്ലെന്ന ആരോപണ വിധേയരായ അഭിഭാഷകർ. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വണ്ണപ്പുറത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമ അനാച്ഛാദനം PJ ജോസഫ് MLA നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NCC ഓഫീസറും കൊമേഴ്സ് വിഭാഗം മേധാവിയുമായ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യുവിന് NCC ദേശീയ പുരസ്കാരം. ഇതോടെ ഈ വാർത്തകൾ ഇനി സമാപിക്കുന്നു. നമസ്കാരം.